മലപ്പുറത്തെ BJP നേതാവ് തൃശൂരിൽ വോട്ട് ചെയ്തുവെന്ന് സന്ദീപ് വാര്യർ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണനെതിരെയാണ് സന്ദീപ് വാര്യരുടെ ആരോപണം. 1.5 വർഷമായി തൃശൂരിൽ താമസിക്കുന്നുവെന്ന വാദം പച്ചക്കള്ളമാണ്. വിവാദങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്നും സന്ദീപ് ചോദിച്ചു. KR സാജു വിവരണമായി ചേരുന്നു. സാജു, എന്താണ് സന്ദീപ് വാര്യരുടെ ആരോപണം? അജിംസ, അല്പസമയം മുമ്പ് ഫേസ്ബുക്കിലൂടെയാണ് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യർ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്, കുടുംബത്തോടൊപ്പം മലപ്പുറത്ത് താമസിക്കുന്നയാളാണ്. അദ്ദേഹം എങ്ങനെ വോട്ട് ചേർത്തു എന്ന ചോദ്യമാണ് ഉന്നയിച്ചുകൊണ്ട് BJP സംസ്ഥാന നേതൃത്വം നേരിട്ട് അയൽ ജില്ലകളുടെ പ്രവർത്തകരുടെ വോട്ട് തൃശൂരിലേക്ക് ചേർത്തു എന്ന ആരോപണമാണ് സന്ദീപ് മുന്നോട്ട് വയ്ക്കുന്നത്. 1.5 വർഷമായി തൃശൂരിൽ സ്ഥിരതാമസക്കാരനാണ് എന്ന വി ഉണ്ണികൃഷ്ണന്റെ വാദം പച്ചക്കള്ളമാണ്. അങ്ങനെയാണെങ്കിൽ ആരുടെ കൂടിയായിരുന്നു താമസം എന്നുകൂടി ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തേണ്ടി വരും. അദ്ദേഹത്തിന്റെ കുടുംബം മലപ്പുറത്ത് തന്നെയാണെന്നും സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ആയിരക്കണക്കിന് വ്യാജ വോട്ടുകൾ തൃശൂരിൽ ചേർത്തു എന്ന് വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ മൗനം പാലിക്കുന്നത് എന്നും സന്ദീപ് ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ നടന്ന ക്രിമിനൽ ഗൂഢാലോചന പോലീസിന് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ എന്നുകൂടി സന്ദീപ് വാര്യർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് അജിംസിനോട് തന്നെ സംസാരിക്കുമ്പോൾ ഈ ആരോപണം ആവർത്തിക്കുകയും ചെയ്തിരുന്നു സന്ദീപ് വാര്യർ. ഏതായാലും BJP സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കാൻ ഉതകുന്ന ആരോപണമാണ്. ഈ ആരോപണം BJP സംസ്ഥാന നേതൃത്വം നിഷേധിക്കുന്നുകൂടിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി ഉണ്ണികൃഷ്ണൻ ഇത്തരത്തിൽ തൃശൂരിൽ വോട്ട് ചേർക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് എന്തൊക്കെ ന്യായീകരണമാണ് ഇനി നിരത്തുക എന്നു മാത്രമാണ് മനസ്സിലാക്കാനുള്ളത്. സന്ദീപിന്റെ ആരോപണം ഏതാണ്ട് ശരിയാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംസ്.